നമസ്തേ, എല്ലാവർക്കും ദേവികൃപ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ചിക്കുമാക്സ് വെജ് കബാബാണ്. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കണം. അപ്പം എല്ലാവരും ഈ റെസിപ്പി ഒന്ന് കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ഞാൻ ഇന്ന് ചിക്കുമാക്സ് കബാബാണ് ഉണ്ടാക്കണേന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിന് ഞാൻ കടലപ്പരിപ്പ് 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്തിയതാണ്. അപ്പോൾ ഓരോ ഗ്ലാസ് എടുത്തിട്ട് ഞാൻ ഇതൊന്ന് ചെറുതായിട്ടൊന്ന്, അതായത് ഒരു വെള്ളമൊന്നും ചേർക്കാണ്ട് ഓൾറെഡി അതിൽ കുതിർന്നതായ കാരണം ഒന്ന് അരച്ചിട്ട് വരാം. അപ്പൊ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാണിക്കാം. ചിക്കുമാക്സ് വെജ് കബാബാണ് ഉണ്ടാക്കണേ. ഓക്കെ, ഓൾറെഡി ആ കടലപ്പരിപ്പ് 2 ഗ്ലാസ് ഞാൻ ഒന്ന് വെള്ളം ഇല്ലാണ്ട് കുറച്ച് അധികം ഒന്ന് വെള്ളം തെളിച്ചു കൊടുക്കുക, അങ്ങനെ അരച്ചു വന്നിട്ടുണ്ട് കേട്ടോ. അത് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്തേക്കുന്നത് ഒരു 10-20 ചെറിയ ഉള്ളി, പിന്നെ ഒരു പീസ് ഇഞ്ചി, പച്ചമുളക്, ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുക്കണം. അപ്പൊ അത് ചെയ്തിട്ട് വരാം. സവാള ചോപ്പ് ചെയ്തതിൽ തന്നെ ഞാൻ ചിക്കുമാക്സിന്റെ ലീഫ് ഇട്ടിട്ട് ഇതൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പൊ ചിക്കുമാക്സും ഞാൻ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതും കൂടി ഞാൻ ഇതിലൊക്കെ ഇടുകയാണേ. അപ്പൊ നിങ്ങൾ കാണിച്ചു തരാം. ഇതെല്ലാം ഇതിൽ നിന്ന് എടുക്കട്ടെ. ചിക്കുമാക്സ് ഒക്കെ ഇതിൽ പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പം അതെല്ലാം കൂടി എടുത്ത് നമുക്ക് എങ്ങനെയാണ് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞുതരാം. ഇതെല്ലാം കൂടി ഇട്ടു. നമ്മൾ ഉപ്പൊന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് കടലപ്പരിപ്പാണ് എടുത്തേക്കണത്. കടലപ്പരിപ്പ് ഞാൻ മിക്സിയിലൊന്ന് അരച്ചെടുത്തു. അങ്ങനെ വെള്ളമൊന്നും ഒഴിക്കാണ്ട്, വെള്ളം അത്യാവശ്യം ഒരു പ്രാവശ്യം ഒന്ന് തെളിച്ചു കൊടുത്തു, ഒരു സ്പൂണോളം ഒന്ന് തെളിച്ചു കൊടുത്തു. അപ്പോൾ ഇതെല്ലാം എടുത്തു. പിന്നെ ഞാൻ ചെയ്യുന്നത് ഇവിടെ തന്നെ ഉപ്പിരിക്കുന്നുണ്ട്. അപ്പം അതിൽ നിന്ന് കുറച്ച് ഉപ്പെടുത്തു. കണ്ടില്ലേ, കുറച്ച് ഉപ്പെടുത്തു, അത് ഇതിലിടുന്നുണ്ട്. ഒന്ന് നോക്കിയിട്ട് വേണം. കുറച്ച് ഉപ്പെടുത്തു. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി വേണ്ടത് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയ ഒരു സംഭവം കൂടി ഇതിലിടണം. എന്നാലേ ഇത് കുറച്ചുകൂടി നല്ല ടേസ്റ്റി ആയിട്ടിരിക്കുള്ളൂ. അപ്പം അതൊന്ന് ഞാൻ എടുക്കട്ടെ കേട്ടോ. ഇത് കണ്ടില്ലേ, അത് മിക്സ് ചെയ്ത് വെച്ച് ഉപ്പുള്ളതല്ല. ഇനി ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കണം. അപ്പോൾ അടുത്ത ഒരു സംഭവം കൂടി ഞാൻ ഇടുകയാണ്. ഒരു 2 സ്പൂൺ അരിപ്പൊടിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്നും കൂടിയും ഇത് മിക്സ് ചെയ്യുക. കണ്ടില്ലേ, കൈയെടുത്ത് തന്നെ മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ എല്ലാം മിക്സിക്ക് കറക്റ്റ് ആവില്ല. നല്ലോണം മിക്സ് ചെയ്യുക. ഇതിലിപ്പോൾ ഉള്ളത് ഒരു പച്ചമുളക് ക്രഷ് ചെയ്യാണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതൊന്ന് മാറ്റി വെച്ചിട്ട് ഞാൻ ഒന്നും കൂടി അത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് കണ്ടില്ലേ, ഒരു ചെറിയ പീസ് വന്നിട്ടുണ്ട്. അപ്പം അത് ഞാനൊന്നും കൂടിയും ക്രഷ് ചെയ്തെടുക്കാം. ഞാനൊരു പച്ചമുളക്, ഒരു 5-6 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു 10-15 ചെറിയ ഉള്ളി, നിങ്ങൾക്ക് ഉള്ളി കൂടുതൽ ഉണ്ടാവും തോറും സ്വാദ് ഉണ്ടാവും. ഞാനൊരു 15 എണ്ണമാണ് എടുത്തേക്കണേ. അപ്പം ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഉപ്പ് ഞാൻ പറഞ്ഞില്ലേ, ഉപ്പ് ഒരു ഇത്തിരി കൂടി ഇടണം. അപ്പം ഇത് ഏകദേശം 1 സ്പൂണോളം ഉപ്പ് വന്നിട്ടുണ്ട് കേട്ടോ, ഇട്ടിട്ടുണ്ട്. അപ്പോൾ അരിപ്പൊടി ഇട്ടിട്ടുണ്ട്, പിന്നെ ചിക്കുമാക്സ് ഇട്ടിട്ടുണ്ട്, പിന്നെ ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്. ഇത്രയാണ് ഇതിന്റെ ഇൻഗ്രീഡിയന്റ് കേട്ടോ. മിക്സ് ചെയ്ത ശേഷം ഞാൻ കുറച്ച് 5-6 പച്ചമുളക് ഇട്ടിട്ടുണ്ട്, ഇത്തിരി മുളക് പൊടി കൂടി ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, അതും കൂടി ഇട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. കണ്ടില്ലേ, ഇത്രേ ഉള്ളൂ ചിക്കുമാക്സ് വെജ് കബാബ് കേട്ടോ. ചിക്കുമാക്സ് നമ്മുടെ വീട്ടിലുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ അത് ചിക്കുമാക്സ് എടുത്തത് കേട്ടോ. കണ്ടില്ലേ, ഇപ്പം എല്ലാം മിക്സിങ്ങും കറക്റ്റായി, ഇപ്പം ഉപ്പും എല്ലാം കറക്റ്റാണ് കേട്ടോ. ഇനി ഞാൻ അടുത്തത് എന്താണെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഉണ്ടാക്കാം. അപ്പം ഞാനൊരു സ്ട്രെയിനറിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ട്. അത് ഞാൻ എടുത്തു വെക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനൊരു കടായി വെച്ചു. ആ കടായിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് കേട്ടോ. ഗ്യാസൊന്നും കത്തിച്ചിട്ടില്ല, കടായിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. നമുക്ക് എന്താ പറയുക, ചിക്കുമാക്സ് വളരെ അയൺ കണ്ടന്റൊക്കെ ഒരുപാടുള്ളതുകൊണ്ട് ചിക്കുമാക്സ് വളരെ നല്ലതാണ്. അപ്പം എനിക്കിത് പുറത്തൊന്നും പോയി വാങ്ങണ്ട, ഇവിടെ തന്നെ ഉണ്ട്.
അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇന്ന് ചിക്കു മാക്സ് പരിപ്പിട്ട് തേങ്ങ അരച്ച് വെച്ച കൂട്ടാനും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ യൂട്യൂബിൽ എല്ലാം എന്താ പറയുക ഇത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇനി എഡിറ്റ് ചെയ്യാനേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതും ഇടാം. അപ്പോൾ കണ്ടില്ലേ നിങ്ങൾ, ഞാൻ എന്നിട്ട് ഇനി ഗ്യാസ് ഒന്ന് കത്തിക്കുകയാണ്. ഗ്യാസ് കത്തിച്ചു. ഇത് നമുക്ക് ഒരു വട പോലെ ഉണ്ടാക്കി ഇത് വെളിച്ചെണ്ണ ചൂടായിട്ട് ഇടാം. അപ്പം അത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. വെളിച്ചെണ്ണ ചൂടാവട്ടെ. കണ്ടില്ലേ, നമ്മൾ നേരത്തെ ഇട്ട ആ ഒരു പീസില്ലേ അത് പൊന്തി വന്നു. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി തുടങ്ങി. അപ്പം നമുക്ക് ഇനി എന്താ പറയുക, ചിക്കു മാക്സ് വെജിറ്റബിൾ കബാബ് ഉണ്ടാക്കാം. നമ്മൾ പരിപ്പ് വടയൊക്കെ ഉണ്ടാക്കണം അതേപോലെ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഒരു കുറച്ച് ഇതെടുത്തു. എന്നിട്ട് ഇതൊന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്തു. എന്നിട്ട് ഈ ലെഫ്റ്റ് കയ്യിൽ നമ്മളൊന്ന് പ്രസ് ചെയ്യും. കയ്യിലിങ്ങനെ വെച്ചിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് എത്ര വലിപ്പം വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് കണ്ടില്ലേ, ഇത് നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് ഇടുക. തിളച്ച വെളിച്ചെണ്ണയിലേക്ക് ഇടുക. അങ്ങനെ ഒരു നമ്മൾ എടുക്കണ അനുസരിച്ചിട്ട് നമുക്ക് അതിലേക്ക് ഇടുക. എത്ര വേണമെന്നുണ്ടെങ്കിൽ ഒരു 3 or 4 നമ്മുടെ കടായിയുടെ വലിപ്പം അനുസരിച്ചിട്ട് ഇടുക കേട്ടോ. അപ്പം ഇങ്ങനെ ഉരുട്ടിയാക്കി ഒരെണ്ണം കൂടി കാണിക്കാനാണ്. ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഇത് വെളിച്ചെണ്ണയിലേക്ക് ഇടുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ഇതിലൊരു 4-5 എണ്ണ ഇടാൻ പറ്റും. കണ്ടില്ലേ? അപ്പോൾ ഇത് ഗ്യാസ് നമ്മൾ കുറച്ചൊന്ന് എന്താ പറയുക, മീഡിയത്തിൽ വെക്കണം. വല്ലാണ്ട് അങ്ങ് ഹൈയിലും വെക്കണ്ട, ലോയിലും വെക്കണ്ട, മീഡിയത്തിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പം എനിക്ക് തോന്നുന്നു ഒരു 5-6 ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് എളുപ്പമാണ്. നമ്മൾ സാധാരണ പരിപ്പ് വടിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ കുറച്ചും കൂടി വ്യത്യാസം വരും, അത്രേ ഉള്ളൂ. കണ്ടില്ലേ, നല്ല കുറച്ച് കാണാനും ഭംഗി വരും. മറ്റേ ഈ ചിക്കു മാക്സ് ഉള്ളതുകൊണ്ട് നിറച്ച് ഡോട്ട്സ് ലീഫ് അതിലുണ്ടാവുമല്ലോ ചിക്കു മാക്സിന്റെ. അങ്ങനെ അപ്പോൾ ഞാനിപ്പോൾ 4-5 ഉരുട്ടിയിട്ട് വലിപ്പം നിങ്ങൾക്ക് അനുസരിച്ചിട്ട് ചെറുത് വേണോ വലുത് വേണോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇടാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 5 ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതാവട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വെളിച്ചെണ്ണ നന്നായി തിളച്ചിട്ട് അത് ഇങ്ങനെ ഈ വെളിച്ചെണ്ണയിൽ മുഴുവൻ മുങ്ങിക്കിടക്കിലേക്ക് ഒന്ന് മുങ്ങണ പോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പം അതാവട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ആയി തുടങ്ങി. അപ്പം ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. കളർ മാറി തുടങ്ങി. അപ്പം മറ്റേ സൈഡും കൂടി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഓരോന്നോരോന്നായിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. എന്നാലേ 2 സൈഡും ആവുള്ളൂ. അതുകൊണ്ട് നമുക്കിത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് നമുക്ക് ചിക്കു മാക്സ് എത്രത്തോളം കൂട്ടണോ അത്രയും കൂട്ടാം. ഞാൻ ഒരുപാടൊന്നും എടുത്തിട്ടില്ല. ഞാനൊരു കുറച്ചേ എടുത്തിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്രയും കൂടുതൽ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. ഒരു പിടിയോളം എടുത്തിട്ടുണ്ട് ചിക്കു മാക്സ്. ലീഫ് എത്ര വേണമെങ്കിലും നമുക്ക് ഇട്ടാലും സ്വാദാണ്. കാരണം കടലപ്പരിപ്പും പിന്നെ ഈ ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ഇട്ടേക്കണേ. അപ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും നമുക്ക്. കണ്ടോ, നന്നായിട്ട് വരുന്നുണ്ട്. ഇപ്പം ഞാനിതിൽ കരിവേപ്പിലൊന്നും ഇട്ടിട്ടില്ല. കാരണം ഓൾറെഡി നമ്മൾ ഈ ചിക്കു മാക്സ് അല്ലെങ്കിൽ പ്രഷർ ചീര ഇട്ടതുകൊണ്ട് പിന്നെ കരിവേപ്പില ഇട്ടില്ല. അപ്പം അതിൻ്റെ വടയാണത്. ഓക്കെ, അപ്പം അതവിടെ ആവട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. ഒരു ഗോൾഡൻ കളർ ബ്രൗൺ ആവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം എന്താ കളർ മാറി തുടങ്ങിയിട്ടോ. അപ്പോൾ കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ നമുക്കിത് എടുക്കാം. അപ്പോൾ കണ്ടില്ലേ, എന്താ പറയുക, ചിക്കു മാക്സ് ഒക്കെ തെളിഞ്ഞു കാണുന്നത് കണ്ടില്ലേ, ആ ഗ്രീൻ കളറ്. ഇനി കുറച്ചും കൂടി വേണമെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ചേർക്കാം. ഞാനിപ്പോൾ ഒരു പിടി എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു ഹെൽത്തി സ്നാക്സ് വൈകിട്ടത്തേക്ക് ചായക്കാണ് ഞാനിത് ഉണ്ടാക്കണത്. അപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിക്കാം, നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കണ്ടില്ലേ, ഓൾമോസ്റ്റ് ആയി തുടങ്ങി. എളുപ്പമാണ്, പെട്ടെന്ന് ഉണ്ടാക്കാം. പിന്നെ ഇനിയിപ്പോൾ എനിക്കിപ്പോൾ ഞാൻ 2 ചെറിയ കപ്പിലാണ് ഞാൻ അളവ് കാണിച്ചു തന്നില്ലേ, ഇത്രയും ഉണ്ട്. ഇതിപ്പോൾ നമുക്ക് ആവശ്യമുള്ള അത്രയും ഉണ്ടാക്കിയിട്ട് ബാക്കി ഇതിൻ്റെ ഈ മാവ് ബാക്കി വരികയാണെങ്കിൽ നമ്മളൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ പിറ്റേ ദിവസം നമുക്കിത് ഉണ്ടാക്കാം കേട്ടോ. അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം. ഇത് കേട് വരുമൊന്നുമില്ല ഈ മാവ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ഇത് ഇത്രയും അധികം ഉണ്ടാക്കണ്ടെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ആണല്ലോ.
ചിക്കു മാക്സ് വെജ് കബാബ്. അപ്പം ഇതെല്ലാം ഉണ്ടാക്കിയ ശേഷം ഞാൻ കാണിക്കാം. ഇപ്പം ഞാൻ 5 ആണ് ഒരു ഫസ്റ്റത്തെ ട്രിപ്പിലിട്ട് ഉണ്ടാക്കിയത്. ഇനി ഞാൻ കുറച്ചും കൂടി ഉണ്ടാക്കിയിട്ട് ബാക്കി ഞാൻ എടുത്തു വയ്ക്കാമെന്നാണ് വിചാരിക്കണേ. ഇത് ഫുള്ള് ഉണ്ടാക്കുന്നില്ല. അപ്പോൾ അത് ഉണ്ടാക്കിയിട്ട് ഞാൻ ലാസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഓക്കെ.